ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ തിരക്കിലാണ്. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ലൈറ്റായിട്ട് കഴിച്ചേ ഉള്ളൂ. സാൻഡ്വിച്ചും ബ്രെഡ് കഴിച്ചു, ഞാനും ബ്രെഡും ഓംലേറ്റും കഴിച്ചു. അങ്ങനെ രാവിലെ അങ്ങനെ കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഏട്ടനും ഫുഡൊന്നും കൊണ്ടുപോകണില്ലായിരുന്നു. ആൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചപ്പാത്തി ഉണ്ടായിരുന്നു, ഇന്ന് ഫ്രൂട്ട്സാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ അതൊക്കെ മതി എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ മടിക്കും കഴിക്കാനൊക്കെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഗോവിന്ദ കേട്ടോ. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, വാഴക്ക ഉപ്പേരി ഇല്ലേ, അത് ആക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് വറ്റൽമുളക് ചതച്ചതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി വേവിക്കാണ് കേട്ടോ. പിന്നെ അതും രസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രസം ഞാനുണ്ടാക്കുന്നത് തക്കാളി, മല്ലിയിലയും പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ അരച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് ജീരകവും മഞ്ഞളും ഇടും കേട്ടോ. അതിനകത്ത് മഞ്ഞൾ ഞാൻ അതിനകത്തേക്ക് ഇടാൻ മറന്നുപോയിട്ടുണ്ട്, അപ്പോൾ ഞാൻ അല്ലാതെ മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കും കേട്ടോ. ഈ തക്കാളിയൊക്കെ അതിലേക്ക് മിക്സായി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഞമണ്ടി കൊടുക്കും. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ചോറ് വഴിക്കാവുന്നുണ്ട്. കുക്കറിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വാർക്കാൻ വേണ്ടിയിട്ട് ആക്കുക കേട്ടോ. പിന്നെ രസം ഒരു വഴിക്കാവുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് രസമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കായ ഇട്ടിട്ടില്ല, ചിലപ്പോഴേ കായ ഇടുള്ളൂ. അങ്ങനെ ഓരോ സമയത്ത് ഓരോ പോലെയാണ്. ചിലർ പച്ചമുളകൊക്കെ ഇടുന്നതാണ്, ഞാൻ അതൊന്നും ഇടാറില്ല കേട്ടോ. കുരുമുളക് പൊടി ഇടും കേട്ടോ, അതൊന്നും ഇല്ലത്ത് കാണിച്ചില്ല. പിന്നെ വെളിച്ചെണ്ണ, ഒരു കടുകും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് വറവിടാം കേട്ടോ. രസത്തിലേക്ക് കരിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രസം ഒരു വഴിക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഒന്നാമത് ലേറ്റായി എണീക്കാൻ, പിന്നെ ഫുള്ള് പണിയായിരുന്നു കേട്ടോ. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവൊക്കെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ പോകാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ സ്ക്രബ്ബറിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇത് ക്ലീനിങ് പരിപാടി. പിന്നെ കുളിക്കൽ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആട്ടോ ലേറ്റായി എണീറ്റാലുള്ള പ്രശ്നം കേട്ടോ. പിന്നെ ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. കാരണം രാവിലെ എണീറ്റ് ജസ്റ്റ് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ മടക്കിച്ചിട്ടുള്ളൂ. പിന്നെ മോള് കളിക്കുന്ന സാധനങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ, കുറേ ഉണ്ടാവാറുണ്ട്. എന്താണെന്ന് അറിയില്ല, ആൾ പിന്നെ മറ്റേ റൂമിലേക്ക് കളിക്കാനൊക്കെ പോയതാണ്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ തട്ടി വൃത്തിയാക്കി വിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിച്ചു വരുന്നതിന് മുന്നേ എന്നും ചെയ്യും, കാരണം എന്തെങ്കിലുമൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് അടിച്ചൊക്കെ വാരൽ കേട്ടോ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു, അടക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ട് കുറവാണ് കേട്ടോ. അതൊക്കെ അച്ഛമ്മളൊരു കളി സാധനങ്ങൾ വേറെ തന്നെ ഉണ്ടാവും, നിലത്ത് പെറുക്കിയിട്ടുണ്ടാവും. അപ്പം ഇന്നതൊന്നുമില്ല. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കേട്ടോ എടുക്കുന്നത്, അതായത് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാൻഡ്വിച്ച് TV കാണുന്ന സമയമാണ്. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയമാണത്. ചിലപ്പോൾ ഉറങ്ങും. കാരണം വെച്ചാൽ ഉറങ്ങുമെന്ന് പറയുന്നത് രാവിലെ ഇന്ന് ലേറ്റായി എണീറ്റതിനെ കൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ ഉറക്കില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ ഒരു അവക്കാഡോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയിട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. കുറേ ആയി വിചാരിക്കുന്നതൊന്ന് ട്രൈ ചെയ്യണം. അപ്പം ബ്രെഡും ഉണ്ട്, അവക്കാഡോ ഉണ്ട്, അപ്പോൾ എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഈവനിങ് അതൊന്ന് കഴിച്ച് നോക്കാമെന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പഴുത്ത അവക്കാഡോ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്നില്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുന്നത് നന്നാവും. എൻ്റെ അധികം നന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞില്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഞാൻ ബട്ടർ എടുത്തിട്ട് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത്, നിങ്ങൾ അതിൽ ഗീ ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിങ്ങനെ ഫോണിൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവക്കാഡോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബുൾസൈ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്.
അങ്ങനെ ബുൾസൈ ഉണ്ടാക്കി ഇനി നമ്മൾ ഫില്ലിങ് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള അവക്കാഡോയും നമ്മളെ ബുൾസൈയും കൂടെ ഒക്കെ നമ്മളതിലേക്ക് മിക്സാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ജാമൊക്കെ തേക്കില്ല അതുമാതിരി തേക്കുക കേട്ടോ. ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹെൽത്തിയാണ്. ഇതിന് പകരം വീറ്റ് ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.